Hello. ചാപ്റ്റർ 10 അണ്ടർസ്റ്റാൻഡിങ് അഡ്വേർബ്സ്. ഈ ഒരു അഡ്വേർബ് എന്താണെന്നൊക്കെ ഉള്ളത് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിലൊക്കെ നോക്കിയ ഒരു കാര്യമാണ്. അപ്പം അതിനെക്കുറിച്ചൊരു ചാപ്റ്ററാണ്, നിങ്ങൾ പഠിച്ച കാര്യം തന്നെയാണ്. അതിനെപ്പറ്റി ഒന്ന് നോക്കാം. അണ്ടർസ്റ്റാൻഡിങ് ആഡ്വേർബ്സ്. ആഡ്വേർബ് എന്ന് പറഞ്ഞാൽ വെർബിന് അഡീഷണൽ ആയിട്ട് വരുന്ന ഒരു സംതിങ് ദാറ്റ് മോഡിഫൈസ് എ വെർബ്. ഒരു വെർബ് എന്താണെന്ന് നമുക്കറിയാം, ഒരാൾ ചെയ്യുന്ന ആക്ഷനാണ് വെർബ് എന്ന് പറയുന്നത്. ആ വെർബിനെ ക്വാളിഫൈ ചെയ്യുക അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യുന്നതാണ് adverb. Adverb is a word that modifies a verb, an adverb, an adjective or another adverb. അപ്പം അഡ്ജക്റ്റീവ് എന്ന് വെച്ചാൽ എന്തായിരുന്നു? സംതിങ് ദാറ്റ് ക്വാളിഫൈസ് എ നൗൺ. അതിലേക്കാണ് നമ്മൾ ഇനി വരാൻ പോകുന്നത്. എക്സാമ്പിൾ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ആഡ് വെർബ് എന്ന് പറഞ്ഞാൽ ആഡ് പ്ലസ് വെർബ്. എന്തോ വെർബിനെ ആഡ് ചെയ്യുമ്പോൾ വെർബിന് ഇച്ചിരിയും കൂടെ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ മോഡിഫിക്കേഷൻ സംഭവിക്കുക. അപ്പോൾ അതാണ് ആഡ് പ്ലസ് വെർബ് ഈസ് ഈക്വൽ ആഡ്വർബ് എന്ന് പറയാൻ കാരണം. അപ്പം ഞാനിത് പെട്ടെന്ന് പറഞ്ഞു പോവാണ്, കാരണം വളരെ ഷോർട്ടായിട്ട് ഇനി ക്ലാസ് ഞാൻ എടുത്തു തരാം. കാരണം അത്രയും കൂടുതൽ സമയം ഡ്യൂറേഷൻ നെറ്റിൽ നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ കേട്ട് പഠിക്കുന്നവർക്ക് അത്രയും ഡ്യൂറേഷനിൽ ഞാൻ ഇപ്പോൾ നെറ്റ് പോകണ്ടല്ലോ, ഡേറ്റ ഇറങ്ങി പോകണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ ക്ലാസ് എടുത്ത് പോവായിരിക്കും ഇനി. An adverb is a word that qualifies a verb, an adverb, an adjective or another adverb. In example, adverbിന് നമുക്ക് എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ മോഡിഫൈ എ വേർബ്. ഒരു വേർബിനെ മോഡിഫൈ ചെയ്യുന്നതാണ് ആഡ്വേർബ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു സെന്റൻസ് നോക്കുക. ജോൺ സ്പീക്സ് ലൗഡ്ലി. ഇപ്പൊ ജോൺ സ്പീക്സ് ലൗഡ്ലി എന്ന് പറയുക. ഇപ്പൊ ജോൺ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ സബ്ജക്റ്റ്. ജോൺ എന്ന് പറയുന്ന സബ്ജക്റ്റ് ചെയ്യുന്ന പ്രവൃത്തിയാണ് എന്ത്? വെർബ് എന്ന് പറയുന്നത്. അത് സ്പീക്സ്. ജോൺ സംസാരിക്കുകയാണ്. അത്രയും പറഞ്ഞാൽ തന്നെ നമുക്ക് അവിടെ ഒരു സെന്റൻസ് കിട്ടും. അപ്പൊ ആ സ്പീക്സിന് ഇച്ചിരിയും കൂടെ ക്വാളിറ്റി അല്ലെങ്കിൽ ഒരു മോഡിഫിക്കേഷൻ കൊടുക്കുമ്പോഴാണ് ലൗഡ്ലി എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ജോൺ വളരെ ഒച്ചത്തിൽ സംസാരിക്കുന്നു. അപ്പൊ ആ ഒച്ചത്തിൽ എന്ന് പറയുന്നത് ആ പ്രവൃത്തിനെ ഇച്ചിരിയും കൂടെ ഒരു ഊന്നൽ കൊടുക്കുക, അതിന്റെ ക്വാളിറ്റി ഇച്ചിരിയും കൂടെ കൂട്ടുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതാണ് ആഡ്വേർബ് എന്ന് പറയുന്നത്. സംതിങ് ദാറ്റ് ക്വാളിഫൈസ് ആൻ ആക്ഷൻ. അപ്പൊ ജോൺ സ്പീക്സ് ലൗഡ്ലി എന്ന് പറയുന്നതിൻ്റെ അകത്ത് ആഡ്വർബ് എന്ന് പറയുന്നത് ലൗഡ്ലി ആണ്. മേരി ലീവ്സ് ലോക്കലി. മേരി താമസിക്കുന്നത് വളരെ ലോക്കലി എന്ന് വെച്ചാൽ സാധാ ഒരു ജീവിതമാണ് നമ്മുടെ മേരി ജീവിക്കുന്നത്. മേരി ജീവിക്കുന്നു എന്നുള്ളതിന് കൂടെ ഒരു സാധാരണ അവസ്ഥ അല്ലെങ്കിൽ സാധാ ഒരാൾ ജീവിക്കുന്ന പോലെ തന്നെ എന്ന് കൂടെ ഒരു കാര്യം നമ്മുടെ ഈ ഒരു ആഡ്വർബ് ലോക്കലി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു മീനിങ് ആ ഒരു സെന്റൻസിന് വരികയാണ്. മോഡിഫൈ ആൻഡ് ഒബ്ജക്റ്റ്. അപ്പൊ ഈ ഒരു 3 കണ്ടീഷൻസ് ആണ് നമ്മുടെ ആഡ്വർബ് ഈ ഒരു 3 കണ്ടീഷൻസിൽ വരാറുണ്ട്. അപ്പൊ ആ ഒന്നാമത്തേത് സംതിങ് ദാറ്റ് മോഡിഫൈസ് എ വെർബ്, രണ്ടാമത്തേത് സംതിങ് ദാറ്റ് മോഡിഫൈ ആൻഡ് അഡ്ജക്റ്റീവ്. അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിനെ ക്വാളിഫൈ ചെയ്യുക. ഇവിടെ ഹി ഈസ് റിയലി ഹാൻസം. അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഹാൻസം ആണ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. കാരണം എന്താണ്? നൗൺ, ഇവിടുത്തെ നൗൺ എന്ന് പറയുന്നത് ഹീ ആണ്. അവിടുത്തെ ആ സബ്ജക്റ്റ് നൗൺ എന്ന് പറയുന്നത് അവനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. നമ്മുടെ ക്ലാസ്സിലുള്ള ഒരുത്തിനെ കുറിച്ചാണ് പറയുന്നത്, ഹീ. അപ്പൊ അദ്ദേഹത്തിനെ കുറിച്ച് ക്വാളിഫൈ ചെയ്യുന്ന, നൗണിനെ ക്വാളിഫൈ ചെയ്യുന്ന ഒരു ഇതാണ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പൊ അഡ്ജക്റ്റീവിനെ മോഡിഫൈ ചെയ്യുക. അപ്പൊ ഹീ ഈസ് റിയലി ഹാൻസം, അതിൻ്റെ അകത്ത് റിയലി ആണ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അവൻ വളരെ സുമുഖനാണ്. മോഡിഫൈ അനദർ ആഡ്വർബ്. അപ്പോൾ അതുപോലെ തന്നെ ഒരു സെന്റൻസിൽ ഒരു ആഡ്വർബ് ഉണ്ട്. ആ ഒരു ആഡ്വർബിനെ ഒന്നും കൂടെ മോഡിഫിക്കേഷൻ അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യുന്നതിനെയാണ് മൂന്നാമത്തെ ഒരു കാറ്റഗറി ഓഫ് സെന്റൻസ് വരുന്നത്. അതാണ് ഷീ ഡ്രൈവ്സ് ഇൻക്രെഡിബ്ലി സ്ലോലി. അവൾ ഡ്രൈവ് ചെയ്യുന്നത് അത്രയും സ്ലോലി ആയിട്ട്, വളരെ പതുക്കെയാണ് അവൾ ഡ്രൈവ് ചെയ്ത് പോകുന്നത്. അപ്പം ഇവിടെ ഷീ ഡ്രൈവ്സ് സ്ലോലി എന്ന് പറയുമ്പോൾ അതൊരു സെന്റൻസ് ആണ്. ഇൻക്രെഡിബ്ലി എന്ന് പറയുന്ന ആ ഒരു വാക്ക് നമുക്ക് മാറ്റി വെക്കുവാണെങ്കിൽ തന്നെ ഷീ ഡ്രൈവ്സ് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ആക്ഷൻ, വേർബ് എന്ന് പറയുന്നത്. അപ്പൊ വേർബിനെ ക്വാളിഫൈ ചെയ്യുന്നതാണ് ആഡ്വർബ് എന്ന് പറഞ്ഞു. അപ്പം ഡ്രൈവ്സ് സ്ലോലി എന്ന് പറയുവാണെങ്കിൽ അതിൻ്റെ അകത്ത് സ്ലോലി ആണ് ആഡ്വർബ്. ആ സ്ലോലി എന്ന് പറയുന്നതിന് കുറച്ചും കൂടെ ക്വാളിറ്റി കൊടുക്കുകയാണ് ഇൻക്രെഡിബ്ലി സ്ലോലി എന്ന് പറയുന്നത്.
നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ലാത്ത ഒരു വേഗത്തിലാണ് അവൾ, അത്രയും പതുക്കെയാണ് അവൾ ഡ്രൈവ് ചെയ്തു പോകുന്നത് എന്നാണ് ആ ഒരു സെന്റൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ 2 ആഡ്വർബ് ഇവിടെ വരിക. 2 ആഡ്വർബ്. ആഡ്വർബ്സ് ഹാവ് 3 മെയിൻ പൊസിഷൻസ് ഇൻ ദി സെന്റൻസ്. 3 തരത്തിലുള്ള പൊസിഷൻസ് ആണ് ഒരു സെന്റൻസിൽ ഉള്ളത്. അപ്പോൾ ഒന്നാമത്തേത് ഫ്രണ്ടിൽ, സാധാരണ സബ്ജക്റ്റിന് ഫ്രണ്ടിലായിട്ട് നമ്മൾ ആഡ്വർബ് യൂസ് ചെയ്യാറുണ്ട്. ഈ ഒരു എക്സാമ്പിൾ നോക്കുക. നൗ വി വിൽ സ്റ്റഡി ആഡ്വർബ്സ്. ഇപ്പം നമ്മൾ പഠിക്കാൻ പോകുന്നത് ആഡ്വർബ്സ് ആണ്. അപ്പൊ ഇപ്പം എന്ന് പറയുന്നത് നൗ, അതൊരു ആഡ്വർബാണ്. അത് തുടക്കത്തിൽ കൊടുക്കുന്ന ആഡ്വർബ്സ് ആണ് നൗ എന്ന് പറയുന്നത്. മിഡിലിൽ നമ്മൾ ആഡ്വർബ് വരാറുണ്ട്. അതിനൊരു എക്സാമ്പിൾ ആണ് വി ഓഫൺ സ്റ്റഡി ആഡ്വർബ്. നമ്മൾ വല്ലപ്പോഴുമൊക്കെ ആഡ്വർബ്സിനെ പറ്റി പഠിക്കാറുള്ളൂ. അപ്പോൾ ഓഫൺ എന്ന് പറയുന്നത് വല്ലപ്പോഴും, അത് നടുക്ക് വന്നു. എൻഡിൽ നമ്മൾ സാധാരണ ആഡ്വർബ് ഒരു സെന്റൻസിന്റെ എൻഡിൽ വളരെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതാണ് വി സ്റ്റഡി ആഡ്വർബ്സ് കെയർഫുള്ളി. കെയർഫുള്ളി എന്ന് പറയുന്നത് വി സ്റ്റഡി എന്ന് പറയുന്നതാണ് ആ പ്രവൃത്തി. അപ്പോൾ പ്രവൃത്തി, ആ സ്റ്റഡി എന്ന് പറയുന്നത് വളരെ കെയർഫുള്ളി ആയിട്ടാണ് വളരെ കെയർഫുൾ ആയിട്ടാണ് നമ്മൾ ആഡ്വർബ് പഠിക്കുന്നത്. അപ്പൊ കെയർഫുള്ളി എന്ന് പറയുന്നതാണ് ആഡ്വർബ്. അപ്പൊ 3 ഒരു സെന്റൻസിന്റെ തുടക്കത്തിലും ഒടുക്കത്തിലും അതുപോലെ തന്നെ നടുക്ക് നമ്മൾ ആഡ്വർബ് യൂസ് ചെയ്യാറുണ്ട്. ഇനി എക്സെപ്ഷൻ എന്ന് പറയുന്നത് ഇതിലൊന്നും വരാത്ത കുറച്ച് വേർഡ്സ്. അഡ്വർബിയൽ ഫ്രേസസ് ലൈക്ക് അറ്റ് വൺസ്, വെരി ഓഫൻ, എക്സെട്ര കനോട്ട് കം ഇൻ മിഡ് പൊസിഷൻ. അതുപോലെ തന്നെ അറ്റ് വൺസ്, വല്ലപ്പോഴും, വെരി ഓഫൻ എന്ന് പറഞ്ഞാൽ വല്ലപ്പോഴും അല്ലെങ്കിൽ ഒരിക്കൽ, അറ്റ് വൺസ്, ഇതൊന്നും ഒരിക്കലും ഫ്രണ്ടിലോ അല്ലെങ്കിൽ നടുക്ക് വരത്തില്ല. കനോട്ട് കം ഇൻ മിഡിൽ പൊസിഷൻ. അല്ലെങ്കിൽ ഇപ്പം ഐ ഹാവ് വിസിറ്റഡ് കേരള വെരി ഓഫൺ. ഞാൻ കേരളത്തിൽ വല്ലപ്പോഴും ആണ് വരാറുള്ളത്. അപ്പം വെരി ഓഫൺ എന്ന് പറയുന്നത് ലാസ്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അതൊരിക്കലും വെരി ഓഫൺ എന്ന് പറയുന്ന വേർഡും അറ്റ് വൺസ് എന്ന് പറയുന്ന അഡ്വർബും ഒരിക്കലും ഒരു സെന്റൻസിന്റെ നടുക്ക് വരത്തില്ല. ഒന്നെങ്കിൽ തുടക്കത്തിൽ അല്ലെങ്കിൽ ഒടുക്കത്തിലാണ് വരുള്ളൂ. അതൊക്കെ എക്സെപ്ഷൻ ആണ്. ആഡ്വർബ് ഓഫ് ഡെഫിനിറ്റ് ഫ്രീക്വൻസി. ഡെഫിനിറ്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് നമുക്ക് ഇനി താഴെ കൊടുത്തിരിക്കുന്ന ഫ്രീക്വൻസിയിലേക്ക് വരാം. അപ്പം ഇച്ചിരി കൂടെ മനസ്സിലാവും. അപ്പൊ ഡെയിലി, ഇവാലുവേറ്റിംഗ് ആഡ്വർബ്സ് എക്സെട്ര ഓൾസോ കനോട്ട് ഗോ ഇൻ ദ മിഡ് പൊസിഷൻ. അപ്പൊ ഈ ഡെയിലി എന്ന് പറയുന്ന ആഡ്വർബ് ഒന്നും ഒരിക്കലും നടുക്ക് വരാറില്ല. അതുപോലെ തന്നെ ആഡ്വർബ്സ് ഓഫ് ഡെഫിനിറ്റ് ഫ്രീക്വൻസി എന്താണെന്ന് നമുക്ക് ഇനി താഴെ കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് പോവാം. അപ്പൊ ഈ ആഡ്വർബ്സ് ഓഫ് ഡെഫിനിറ്റ് ഫ്രീക്വൻസി ഒന്നും ഒരിക്കലും നടുക്ക് വരാറില്ല, ഒരു സെന്റൻസിന്റെ നടുക്ക് യൂസ് ചെയ്യാറില്ല. അതിലൊരു എക്സാമ്പിൾ ആണ് ഡെയിലി എന്ന് പറയുന്നത്. When several types of adverbial phrases are used in the same sentence, they are placed in the following sequence, manner, place and time. അപ്പോൾ ഇപ്പോൾ ഒരു സെന്റൻസിൽ സെവറൽ ടൈപ്സ് ഓഫ് ആഡ്വർബിയൽ ഫ്രേസസ് ആർ യൂസ്ഡ് ഇൻ ദി സെയിം സെന്റൻസ്. ഒരു സെന്റൻസിൽ പലതരത്തിലുള്ള ആഡ്വർബ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതെല്ലാം യൂസ് ചെയ്യുന്നത് ഒന്നെങ്കിൽ അതിൻ്റെ സീക്വൻസ് അല്ലെങ്കിൽ മാനർ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്ലേസ് ആൻഡ് ടൈം വെച്ചിട്ടായിരിക്കും നമ്മൾ അതിനെ തീരുമാനിക്കുന്നത്. അത് നമ്മൾ ഇനി താഴെ എക്സസൈസസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ മനസ്സിലാവും. ടൈപ്സ് ഓഫ് ആഡ്വർബ് 5 തരത്തിലുള്ള ആഡ്വർബാണ് ഉള്ളത്. ഒന്നാമത് ആഡ്വർബ്സ് ഓഫ് ടൈം. ടൈം എന്നൊരു സമയം എന്ന് പറയുന്ന ആ ഒരു ഇതിൽ നമ്മൾ ആഡ്വർബ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. നൗ, ദെൻ, സൂൺ. നൗ എന്ന് പറഞ്ഞാൽ ഇപ്പം, അല്ലെ പിന്നെ, വളരെ പെട്ടെന്ന്, ടുഡേ ഇന്ന് തന്നെ, എയർലി പണ്ട്, ബിഫോർ നേരത്തെ, ലേറ്റ് താമസിച്ച്, വളരെ ലേറ്റ്ലി, റീസെൻ്റ്ലി എന്ന് തൊട്ടടുത്ത്, ഫോർമർലി എന്ന് വെച്ചാൽ ആദ്യം. അപ്പം അതെല്ലാം ഒരു സമയത്തിനെ കേന്ദ്രീകൃതമായിട്ടുള്ള ആഡ്വർബ്സ് ആണ്. എവർ, നെവർ, ആഫ്റ്റർ, യെറ്റ് എന്ന് വെച്ചാൽ ഇതുവരെ കിട്ടിയില്ല എന്നൊക്കെ പറയാം. ഈ ഹാവിങ് യെറ്റ് ഫിനിഷ്ഡ് എന്ന് പറഞ്ഞ് ഇതുവരെ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. സ്റ്റിൽ, ഇപ്പോഴും, എഗോ പണ്ട്. അപ്പം ഇതെല്ലാം സമയത്തിന് അനുബന്ധമായിട്ടുള്ളതാണ്. അപ്പം നിങ്ങൾ സെൻറ്റൻസ് തരുവാണെങ്കിൽ അതിൻ്റെ അകത്ത് പ്രോപ്പറായിട്ടുള്ള ആഡ്വർബ് ആഡ് ചെയ്യാൻ പറയുവാണെങ്കിൽ അതിനിപ്പോൾ സമയം ആണോ പ്ലേസ് ആണോ ആ ഒരു സെൻറ്റൻസിൽ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ അത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ആഡ്വർബ് അവിടെ കൊടുക്കുവാൻ. ആഡ്വർബ്സ് ഓഫ് പ്ലേസ്, ഒരു സ്ഥലം അല്ലെങ്കിൽ ലൊക്കേഷനെ വെച്ച് നമ്മൾ സൂചിപ്പിക്കുന്ന ആഡ്വർബ്. ഹിയർ, ദെയർ, അപ്പ്, ഡൗൺ, ഇൻസൈഡ്, ഔട്ട്സൈഡ്, എവേ, എഫാർ എന്ന് പറഞ്ഞാൽ വളരെ ദൂരെ. അപ്പം ഇതെല്ലാം ഓരോ ലൊക്കേഷൻ അനുസരിച്ചാണ്. അപ്പം നമ്മൾ ടൈം നോക്കി, പ്ലേസ് നോക്കി. ആഡ്വർബ് ഓഫ് മാനർ, ഒരാളുടെ ക്വാളിറ്റി. ഇപ്പം ഷീ ഈസ് ബ്യൂട്ടിഫുൾ, ഹീ ഈസ് an intelligent ബോയ് അല്ലെങ്കിൽ ബ്രേവ് ബോയ് എന്നൊക്കെ പറയുന്ന ഒരാളുടെ ക്വാളിറ്റിയാണ്, ഒരാളുടെ സവിശേഷതയാണ്. അതാണ് ബ്രേവ്ലി എന്ന് പറഞ്ഞാൽ
വളരെ ബുദ്ധിപൂർവം, ബ്യൂട്ടിഫുള്ളി, വെൽ, ദസ്, സോ. ഇപ്പം ഹി ലവ്സ് ഹർ വൈഫ് സോ മച്ച് എന്ന് പറഞ്ഞ് അവൻ്റെ ഭാര്യയെ അത്രമേൽ സ്നേഹിക്കുന്നു. സോ മച്ച് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ സോ എന്ന് പറയുന്നത് ഒരു ക്വാളിറ്റിയാണ്, ക്വിക്ക്ലി ഒരു ക്വാളിറ്റിയാണ്. അപ്പം ഇത് കൃത്യമായിട്ട് നോക്കുക. ഈ ഒരു 5 അതിൻ്റെ വേർഡ്സ് ഏതൊക്കെയാണെന്നുള്ളത്. ആഡ്വേർബ്സ് ഓഫ് ഫ്രീക്വൻസി എന്ന് പറയുന്നതാണ് നിങ്ങൾക്ക് ഇച്ചിരി മനസ്സിലാകാൻ പാടുള്ളൂ. അതെന്ന് പറയുന്നത് ഇപ്പം എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുവാണെങ്കിൽ അതിൻ്റെ പരിണിത ഫലം എന്ന് പറയുന്നത് ചിലപ്പോൾ സംഭവിക്കാം, അല്ലെങ്കിൽ സംഭവിച്ചു കൂടാന്നുമില്ല. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങളൊരു ഇനി നിങ്ങൾ ഈ ഓൺലൈൻ ക്ലാസ് എല്ലാം കഴിഞ്ഞിട്ട് എക്സാം എഴുതാൻ പോവുകയാണെങ്കിൽ അതൊരു സംഭവിക്കാൻ പോകുന്നൊരു കാര്യം. എക്സാം എഴുതാൻ പോവുക എന്ന് പറയും. അതിൽ ചിലപ്പോൾ ജയിക്കാം, അല്ലെങ്കിൽ ജയിക്കാതെയും വരാം. അപ്പം എന്ത് സംഭവിക്കാം. അപ്പം എന്ത് സംഭവിക്കാൻ പോകുന്ന നമുക്ക് വ്യക്തമായിട്ടൊരു ഗ്രാഹ്യമില്ല, എന്ത് സംഭവിക്കാം. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻസിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ വേർഡ്സ് ആണ് ആഡ്വേർബ്സ് ഓഫ് ഫ്രീക്വൻസി. ഓഫൻ വളരെ ചുരുക്കം, ഫ്രീക്വൻ്റ്ലി, ഒക്കേഷണലി എന്നൊക്കെ പറഞ്ഞാൽ വല്ലപ്പോഴും. ഞാൻ അവനെ വല്ലപ്പോഴൊക്കെ ഒക്കേഷണലി കാണാറുള്ളൂ. റെയർലി, വളരെ ചുരുക്കമായിട്ട്. ബെയർലി, സ്കെയർസ്ലി, യൂഷ്വലി, കാഷ്വലി, എക്സെട്ര. ഇതൊക്കെ ആണ് ആഡ്വേർബ്സ് ഓഫ് ഫ്രീക്വൻസിയിൽ വരുന്നത്. ബെയർലി എന്ന് പറഞ്ഞാൽ വളരെ വിരളമായിട്ട് കാണാറ്. സ്കെയർസ്ലി എന്ന് പറഞ്ഞാൽ ഒട്ടും തന്നെ, അവളെ കാണാൻ പോലും ഇല്ല. അതൊക്കെയാണ് ആ ഒരു ആഡ്വേർബ്സ് ഓഫ് ഫ്രീക്വൻസിയിൽ വരുന്നത്. ആഡ്വേർബ്സ് ഓഫ് ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഒരു ക്വാണ്ടിറ്റി എടുക്കുകയാണ്. ഇപ്പോൾ ഒരളവിനെ സൂചിപ്പിക്കുന്നതാണ് ആഡ്വേർബ്സ് ഓഫ് ഡിഗ്രി. എന്നൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഹി ലവ്സ്, ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ ആ ഒരു എക്സാമ്പിൾ തന്നെ എടുക്കാം. ഹി ലവ്സ് ഹെർ വൈഫ്, അല്ലെങ്കിൽ ഹി ലവ്സ് ഹെർ മദർ വെരി മച്ച്. അവൻ്റെ അമ്മയെ അത്രമേൽ സ്നേഹിക്കുന്നു. അപ്പം ഹി ലവ്സ് ഹെർ മദർ വെരി മച്ച്. അപ്പം ഹി ലവ്സ് ഹെർ മദർ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, അതൊരു സെൻറ്റൻസ് ആണ്. പക്ഷെ ഈ ഒരു ക്വാളിറ്റി, ഒരു അഡ്വർബും കൂടെ യൂസ് ചെയ്യുവാണെങ്കിൽ ഹി ലവ്സ് ഹെർ മദർ വെരി എന്ന് പറഞ്ഞ് അവിടെ യൂസ് ചെയ്യാം. അപ്പം വെരി എന്ന് പറയുന്നതാണ് അവിടുത്തെ അഡ്വർബ് എന്ന് പറയും. അതുപോലെ ക്വയറ്റ്, എക്സ്ട്രീംലി. ക്വയറ്റ് എന്ന് പറഞ്ഞാൽ സംസാരിക്കാതിരിക്കുക. എക്സ്ട്രീംലി എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലായി. കേരള റിസീവ്സ് എക്സ്ട്രീം റെയിൻഫാൾ ഡ്യൂറിങ് ദിസ് മന്ത് എന്ന് പറഞ്ഞാൽ, എക്സ്ട്രീം റെയിൻഫാൾ എന്ന് പറഞ്ഞാൽ വളരെ അളവിൽ കൂടുതലായി മഴ ഇത്തവണ കേരളത്തിന് ലഭിക്കുകയുണ്ടായി. ഹൈലി എന്ന് പറയും. അതെല്ലാം ഒരു ക്വാണ്ടിറ്റിയാണ്, ഒരളവ് അതിൽ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാറ്റഗറി ഓഫ് വേർഡ്സ് ആണ് ആഡ്വേർബ്സ് ഓഫ് ഡിഗ്രിയിൽ വരുന്നത്. ഇനി ഒരു എക്സസൈസസ് നോക്കാം. അണ്ടർലൈൻ ദ ആഡ്വേർബ്സ് ഇൻ ദി ഫോളോയിങ് സെൻറ്റൻസ്. ഈ ഒരു സെൻറ്റൻസുകളിൽ ആഡ്വർബ് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. ദ ബേർഡ്സ് സാങ് സ്വീറ്റ്ലി. സിമ്പിൾ അല്ലേ? ദ ബേർഡ്സ് സാങ്. ആ പക്ഷികൾ നന്നായിട്ട് അവരുടെ പാട്ട് കേൾക്കാൻ അത്രയും സ്വീറ്റാണ്. പാട്ട് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ പ്രവൃത്തി. അത് അത്രയും സ്വീറ്റാണ്, അതൊരു ക്വാളിറ്റിയാണ്. അത് ഏതിൽ വരുന്ന? ആഡ്വർബ്സ് ഓഫ് ക്വാളിറ്റിയിൽ വരുന്ന സ്വീറ്റ്ലി എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ആഡ്വർബ്. ദ മാൻ സ്പോക്ക് സ്ലോലി. ആ മനുഷ്യൻ വളരെ പയ്യാണ് സംസാരിക്കും. സ്ലോലി എന്ന് പറയുന്നത്. ദ ചിൽഡ്രൻ പ്ലേഡ് ഹാപ്പിലി. ഇപ്പം ഹാപ്പിലി ആണ്. ഇതൊക്കെ ഓരോ ഏതിൻ്റെ അകത്ത് വരുന്നതാണെന്ന് നോക്കണം. ആഡ്വേർബ്സ് ഓഫ് മാനറിൽ, ക്വാളിറ്റിയിൽ വരുന്നതാണ് ഇതൊക്കെ. ദ ബോയ് റോട്ട് ഹിസ് എക്സസൈസ് ബാഡ്ലി. ബാഡ്ലി ആണ് അവിടെ വരുന്ന നമ്മുടെ അഡ്വർബ് എന്ന് പറയുന്നത്. ദ വുഡ് കട്ടർ ലുക്ഡ് സാഡ്ലി അറ്റ് ദി റിവർ. ഇപ്പോൾ മരം കൊത്തി ആ ഒരു നദിയുടെ അറ്റത്തിരുന്ന്, അല്ലെങ്കിൽ നദിക്കരയിൽ ഇരുന്നിട്ട് വളരെ ദുഃഖത്തോടെ ഇരിക്കുന്ന ഒരു രംഗം ആണ്. അപ്പം സാഡ്ലി ആണ് അവിടുത്തെ ആഡ്വർബ് എന്ന് പറയുന്നത്. അടുത്തത്, വെൻ ഹി സോ ഹിസ് ആക്സ് ഹി സ്മൈൽഡ് ഹാപ്പിലി. അവൻ്റെ ആക്സ് എന്ന് പറഞ്ഞ കോടാലി, അവൻ്റെ കോടാലി കണ്ടപ്പോൾ അവന് സ്മൈൽഡ് ഹാപ്പിലി. അതൊരു കഥയെ അനുബന്ധമാക്കിയിട്ടുള്ള ഒരു സെൻറ്റൻസ് ആണ്. പണ്ട് നിങ്ങളൊരു കോടാലി വെള്ളത്തിൽ പോയൊരു കഥ കേട്ടിട്ടില്ലേ?
അതാണ് അതിൽ വരുന്നത്. വെൻ ഹി സോ ഹിസ് ആക്സ് ഹി സ്മൈൽഡ് ഹാപ്പിലി. അവിടെ ഏതാണ് വരുന്നത്? ഹാപ്പിലി. ഹി സ്മൈൽഡ് എന്ന് വേണമെങ്കിൽ ആ ഹി സ്മൈൽഡ് ഹാപ്പിലി കട്ട് ചെയ്തിട്ട് അവിടെ ഒരു ഹാപ്പിലി ഇല്ലാതെ തന്നെ ആ ഒരു സെന്റൻസ് പൂർണ്ണമാണ്. പക്ഷെ ആ ഒരു സ്മൈൽഡിന് ഇച്ചിരിയും കൂടെ ക്വാളിറ്റി കൂടെ കൊടുക്കുകയാണ്. സ്മൈൽഡ് ഹാപ്പിലി. അവൻ ചിരിക്കുന്നത് വളരെ സന്തോഷവാനായിട്ടാണ് ഈ ഒരു അവന്റെ കയ്യിൽ നിന്ന് ആ ഒരു കോടാലി കണ്ടപ്പോൾ. എവരി സോൾജിയർ ഫോട്ട് ബ്രേവ്ലി. എല്ലാ സോൾജിയേഴ്സും വളരെ ബുദ്ധിപൂർവമാണ് അവർ, അല്ലെങ്കിൽ അവരുടെ വളരെ ബ്രേവ് എന്ന് പറഞ്ഞാൽ എന്താണ്? സാഹസികമായിട്ടാണ് അവരവരുടെ ഓരോ ഫൈറ്റ് അവർ ഇന്ത്യക്ക് അല്ലെങ്കിൽ ഒരു രാജ്യത്തിന് വേണ്ടി പോരാടുന്നു. എവരി സോൾജർ ഫോട്ട് എന്ന് പറഞ്ഞാൽ ഫൈറ്റിന്റെ പാസ്റ്റ് ടെൻസ് ആണ് ഫോട്ട് ബ്രേവ്ലി. സാഹസികമാണ് അവരുടെ ജീവിതം. യു മസ്റ്റ് വർക്ക് ഹാർഡ് ഇഫ് യു വാണ്ട് ടു ഡു ദിസ് എക്സസൈസ് കറക്റ്റ്ലി. അവിടെ എന്താണ്? അപ്പൊ ഇവിടെ രണ്ട് ആഡ്വർബ് നമുക്ക് കാണാൻ സാധിക്കും. യു മസ്റ്റ് വർക്ക് ഹാർഡ്. വർക്ക് എന്ന് പറഞ്ഞാൽ യു മസ്റ്റ് വർക്ക്. യു എന്ന് പറയുന്നതാണ് സബ്ജക്റ്റ്, പ്രോണൗൺ എന്ന് പറയുന്നത്. യു മസ്റ്റ്. വർക്ക് എന്ന് പറയുന്നത് വെർബ്, ആക്ഷൻ എന്ന് പറയുന്നത് ജോലിയാണ്. ഇവിടെ വർക്ക് ഹാർഡാണ് അവിടുത്തെ ആഡ്വർബ്. അതുപോലെ തന്നെ അതിൻ്റെ അപ്പുറം നോക്കുവാണെങ്കിൽ ഇഫ് യു വാണ്ട് ടു ഡു ദിസ് എക്സസൈസ് കറക്റ്റ്ലി. അപ്പം എക്സസൈസ് കറക്റ്റ്ലി, എക്സസൈസ് വളരെ കൃത്യമായിട്ട് തന്നെ ചെയ്യുക എന്ന് പറയുന്നത്. അപ്പം അത് കറക്റ്റ്ലി ആണ് അവിടുത്തെ ആഡ്വർബ്. രണ്ട് ആഡ്വർബ് വരും. റിച്ചാർഡ് ate his breakfast fast and then ran quickly to school. അപ്പൊ ഇവിടെ എത്ര ആഡ്വർബ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ. റിച്ചാർഡ് ate his breakfast fast. ഈ ഫാസ്റ്റ് ഇല്ല കേട്ടോ. റിച്ചാർഡ് ate his breakfast വരും. ആൻഡ് ദെൻ റാൻ ക്വിക്ലി ടു സ്കൂൾ. റിച്ചാർഡ് അവൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് പെട്ടെന്ന് കഴിച്ചിട്ട് അവൻ നേരെ ഓടിയത് സ്കൂളിലേക്കാണ്. പെട്ടെന്ന് തന്നെ സ്കൂളിലേക്ക് ഓടി. നോക്കുക, റിച്ചാർഡ് ate his breakfast. അവിടം വരെ നമുക്ക് നിർത്താം. ബ്രേക്ക്ഫാസ്റ്റ് വരെ അവൻ ചെയ്ത ഒരു പ്രവൃത്തിയാണ്. അവൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് വളരെ ഫാസ്റ്റ് ആയിട്ട്. അപ്പം അതൊരു ക്വാളിറ്റിയാണ്. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ വെർബിൻ്റെ കൂടെ വരുന്നൊരു അഡ്വർബാണ് ഫാസ്റ്റ്. അപ്പം അതൊരു അഡ്വർബാണ്. ആൻഡ് ദെൻ റാൻ. പിന്നെ അവൻ പെട്ടെന്ന് തന്നെ അതിന് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഉടനെ തന്നെ അവൻ ഓടുകയാണ് ഉണ്ടായത്. അപ്പം ആ ദെൻ എന്ന് പറയുന്നത് അവിടെ ഒരു അഡ്വർബാണ്. ദെൻ റാൻ ക്വിക്ലി ടു സ്കൂൾ. പിന്നീട് ഈ ഒരു വെർബിന്റെ അപ്പുറവും ഇപ്പുറവും കിടക്കുന്നത് അഡ്വർബാണ്. ദെൻ റാൻ ക്വിക്ലി ടു സ്കൂൾ. അപ്പം 3 അഡ്വർബിൻ്റെ അകത്ത് വരും. 3 വരത്തില്ലേ? നോക്കട്ടെ. ക്വിക്ലി, ഫാസ്റ്റ്, ദെൻ. ക്വിക്ലി, ഫാസ്റ്റ് ആൻഡ് ദെൻ. ഈ 3 അഡ്വർബ് ഇവിടെ വരും. ഈ ഒരു സെന്റൻസിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. നെക്സ്റ്റ് സെന്റൻസ്, ദ സ്കൂൾ ടീം പ്ലേഡ് വെൽ ആൻഡ് വോൺ ഇറ്റ്സ് ഗെയിം ഈസിലി. ഇതിൻ്റെ അകത്ത് എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കാം. ദ സ്കൂൾ ടീം പ്ലേഡ് വെൽ എന്ന് പറയുന്നത് വളരെ നന്നായിട്ട് അവർ കളിക്കുകയുണ്ടായി. സ്കൂൾ ടീം വളരെ നന്നായിട്ട് എന്ന് പറയുന്നത് വെൽ കളിക്കുകയുണ്ടായി. ആൻഡ് വോൺ ഇറ്റ്സ് ഗെയിം ഈസിലി. അതുപോലെ തന്നെ അവർ ആ ഒരു ഗെയിം വളരെ ഈസി ആയിട്ട് ജയിക്കുകയും ഉണ്ടായി. അപ്പം ഈസിലി എന്ന് പറയുന്നത് രണ്ടും ആഡ്വർബാണ്. എളുപ്പമില്ലേ? നെക്സ്റ്റ്, fill in the blanks with suitable adverbs from the box. Write the kind of adverb against each sentence. ഇതിൽ നിന്ന് കറക്റ്റ് ആയിട്ടുള്ള ആഡ്വർബ് സെലക്ട് ചെയ്ത് എഴുതുവാനാണ് ചോദിക്കുന്നത്. I dash go to bed at 10 o'clock. അപ്പം അതൊരു എന്തായിരിക്കും? I dash go to bed at 10 o'clock. ആഡ്വർബ് ഓഫ് ഫ്രീക്വൻസിയിൽ യൂഷ്വലി ആണ് വരുന്നത്. അവിടെ നമ്മൾ ആ ഒരു 5 കാറ്റഗറി ഓഫ് അഡ്വർബ് ഓഫ് ടൈം, ലൊക്കേഷൻ അതെല്ലാം കൃത്യമായിട്ട് തരംതിരിച്ച് നോക്കുവാണെങ്കിൽ നമുക്ക് മനസ്സിലാകും. അപ്പോൾ ഈ ഒരു സെൻറ്റൻസ് അടുത്ത് നോക്കി. ഐ ഒക്കേഷണലി ഗോ ടു. ഞാൻ വല്ലപ്പോഴും ഒക്കെ ബെഡിൽ പോയി 10 മണിക്ക് ബെഡിൽ പോയി കിടക്കാറുണ്ട്. അത് ഒരിക്കലും ചേരത്തില്ല. ഐ വെരി വരത്തില്ല. ഐ സംടൈംസ് ഗോ ടു ബെഡ് അറ്റ് 10 o'clock. ഞാൻ ചിലപ്പോഴൊക്കെ 10 മണിക്കാണ് പോയി കിടക്കാറുള്ളത്. അതും അങ്ങനെ ഒരു ചേർച്ചയില്ല. ഐ നെവർ ഗോ ടു ബെഡ് അറ്റ്
10 o'clock. അതും തെറ്റാണ്. ഐ യൂഷ്വലി ഗോ ടു ബെഡ് അറ്റ് 10 o'clock. യൂഷ്വലി എന്ന് പറയുന്നത് ഞാൻ യൂഷ്വലി എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും 10 മണിക്കാണ് ബെഡിൽ കിടക്കാറ്, അല്ലെങ്കിൽ രാത്രി കിടക്കുന്ന എൻ്റെ സമയം എന്ന് പറയുന്നത് 10 മണിയാണ്. അപ്പോൾ യൂഷ്വലി ആണ് അവിടുത്തെ കറക്റ്റ് വേർഡ്. പക്ഷെ നിങ്ങൾ ബാക്കിയുള്ള എല്ലാ വേർഡും ഒന്ന് നോക്കിയിട്ട് എക്സാമിന് വരുമ്പോൾ നോക്കിയിട്ട് ചേർച്ച കുറവ് ഏതാണെന്നുള്ളത് കണ്ടുപിടിക്കുക. ഐ ഹാവ് ഡാഷ് ബീൻ ടു USA. നോക്കിയേ, ഐ ഹാവ് ഡാഷ് ബീൻ ടു USA. ഐ ഹാവ് ഒക്കേഷണലി ബീൻ വരത്തില്ല, ഐ ഹാവ് വെരി വരത്തില്ല, ഐ ഹാവ് സംടൈംസ് ബീൻ ടു USA വരത്തില്ല, ഐ ഹാവ് നെവർ ബീൻ ടു USA. ഞാൻ ഇതുവരെയും USA പോയിട്ടില്ല, നെവർ ആണ് അവിടെ വരിക. ഐ ഹാവ് ബീൻ ടു ഓസ്ട്രേലിയ. ഇതൊക്കെ ക്ലാസ്സിൽ ചെയ്യിക്കുവാണെങ്കിൽ ഇച്ചിരി കൂടെ മനസ്സിലാവുമായിരുന്നു. ഇതിപ്പോൾ നിങ്ങൾ മനസ്സിലായില്ല എന്ന് എനിക്ക് അറിയത്തില്ലല്ലോ. അപ്പം നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. ഐ ഹാവ് ബീൻ ടു ഓസ്ട്രേലിയ ജസ്റ്റ് വൺസ്. ഞാൻ ഓസ്ട്രേലിയയിൽ ഒരു തവണ മാത്രമേ പോയിട്ടുള്ളൂ. വായിക്കുമ്പോൾ തന്നെ അത് മനസ്സിലാകാറുണ്ട്. ഐ ഡാഷ് ടേക്ക് എ ബാത്ത് ബിഫോർ ഐ ഗോ ടു ബെഡ്. ഇവിടെ എന്താ വരിക? ഐ ഡാഷ് take a bath before I go to bed. I always take a bath before I go to bed. ഞാൻ എന്നും ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും കിടക്കുന്നതിന് മുമ്പ് പോയി കുളിക്കുക എന്നുള്ളത്. മൈ ഗ്രാൻഡ് പേരൻസ് ലീവ് ഇൻ കേരള. ഐ വിസിറ്റ് ദം ഓഫൺ. ഞാൻ എൻ്റെ ഗ്രാൻഡ് പേരൻസ് കേരളത്തിലാണ് ജീവിക്കുന്നത്, ഞാൻ അവരെ വല്ലപ്പോഴേ കാണാൻ പോകാറുള്ളൂ. ഓഫൺ ആണ് വല്ലപ്പോഴും എന്ന് പറയും. ഓഫൺ ഒക്കെ അറിഞ്ഞിരിക്കുക, അതൊക്കെ എപ്പോഴും എക്സാമിന് വരുന്ന ഒരു വേർഡാണ് ഓഫൺ. മൈ ഫ്രണ്ട്സ് ആർ ഡാഷ് നോൺ സ്മോക്കേഴ്സ്. എന്തായിരിക്കും ഇവിടെ വരിക? എൻ്റെ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് സ്മോക്ക് ചെയ്യുന്നവരല്ല, നോട്ട് സ്മോക്കേഴ്സ്. അപ്പോൾ അതൊരു നെഗറ്റീവ് വേർഡാണ് നോൺ സ്മോക്കേഴ്സ് എന്ന് പറയുന്നത്. സ്മോക്ക് ചെയ്യാറില്ല. അപ്പം മൈ ഫ്രണ്ട്സ് ആർ മോസ്റ്റ്ലി, എൻ്റെ സുഹൃത്ത് വലയം എന്ന് പറയുന്നത് എല്ലാവരും തന്നെ പുകവലിക്കാറുള്ളവരല്ല എന്നുള്ളൊരർത്ഥമാണ്. ഐ വാസ് ഡാഷ് ഇംപ്രസ്ഡ് വിത്ത് ഹെയർ പെർഫോമൻസ്. ഐ വാസ് വെരി ആണ് അവിടെ വരുന്നത്. ഐ വാസ് വെരി എന്ന് പറയുന്നത് ഒരു ഡിഗ്രി അല്ലേ? ആഡ്വർബ് ഓഫ് ഡിഗ്രി ആണ്, അല്ലെങ്കിൽ ആഡ്വർബ് ഓഫ് ഡിഗ്രി എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കണ്ടായി. ഹി ലവ്സ് ഹെർ വെരി മച്ച് എന്നൊക്കെ പറയുവാണെങ്കിൽ വെരിയാണ് അവിടെ വരുന്നത്. അപ്പം ഐ വാസ് വെരി ഇംപ്രസ്ഡ്. അത്രയും അധികം ഞാൻ അവളുടെ പെർഫോമൻസ് കണ്ടിട്ട് അത്രയും അധികം ഞാൻ ഇംപ്രസ്ഡ് ആയി. ഐ വാച്ച് ഇംഗ്ലീഷ് ഫിലിംസ്. എന്തായിരിക്കും അവിടെ വരുന്നത്? ഐ വാച്ച് ഇംഗ്ലീഷ് ഫിലിംസ്. ഞാൻ ഇംഗ്ലീഷ് ഫിലിംസ് വാച്ച് ഇംഗ്ലീഷ് ഫിലിംസ്. ഇവിടെ പോയി. ഐ വാച്ച് ഇംഗ്ലീഷ് ഫിലിംസ് ഒക്കേഷണലി അല്ലേ? ഒക്കേഷണലി, വല്ലപ്പോഴുമേ ഞാൻ ഇംഗ്ലീഷ് ഫിലിംസ് കാണാറുള്ളൂ. നോക്കട്ടെ, അതിൻ്റെ ആൻസർ ഇല്ല. അപ്പം ഇതാണ് ഐ വാച്ച് ഇംഗ്ലീഷ് ഫിലിംസ് ഒക്കേഷണലി. നെക്സ്റ്റ് 9. ഐ ഡാഷ് ഗോ ഫോർ എ വാക്ക് ഇൻ ദ പാർക്ക്. ഞാൻ ഡാഷ് ഗോ ഫോർ എ വാക്ക് ഇൻ ദി പാർക്ക്. ഞാൻ ഒരു പാർക്കിൽ പോവാറുണ്ട് എന്നുള്ളൊരർത്ഥമാണ്. അപ്പം ഐ സംടൈംസ് ഗോ ഫോർ എ വാക്ക്. ഞാൻ ചിലപ്പോഴൊക്കെ പാർക്കിൽ പോയി ഒന്ന് നടക്കാറൊക്കെ ഉണ്ട്, ജോഗിങ്ങിനൊക്കെ പോവാറുണ്ട്. സംടൈംസ് ആണ് അവിടെ വരാറുള്ളത്. ദേ ഡാഷ് ഗോ ഔട്ട്. ദേ റെയർലി ഗോ ഔട്ട്. അവർ വല്ലപ്പോഴുമൊക്കെ വെളിയിൽ പോവാറുള്ളൂ, വല്ലപ്പോഴും. അതാണ് റെയർ. അപ്പോൾ അത് നിങ്ങൾ എക്സസൈസസ് ചെയ്ത് തന്നെ പഠിക്കേണ്ട ഒരു കാര്യമാണ്. തൽക്കാലം ഇത് മനസ്സിലായില്ലെങ്കിൽ ചോദിക്കുക. നിങ്ങൾ ഈ സെൻറ്റൻസ്, ഈ ഒരു വേർഡ് ആഡ്വർബ് യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് നോക്കുക കേട്ടോ. എക്സാമിന് ഇതൊക്കെ ചോദിക്കുന്നതായിരിക്കും. പ്ലേസ് ദ ആഡ്വർബ്സ് ഇൻ കറക്റ്റ് ഓർഡർ. അപ്പം ആഡ്വർബ് കൊടുത്തിട്ടുണ്ട്, നമുക്ക് ചെയ്യാനുള്ളത് അത് എവിടെയാണ് കറക്റ്റായിട്ടൊന്ന് ഓർഡർ കൊടുത്താൽ മതി. അപ്പം ഒന്നാമത്തെ സെൻറ്റൻസ് നോക്കുക, ദ ട്രെയിൻ ഹാസ് ലെഫ്റ്റ്. അപ്പം അതെവിടെ വരിക? നമ്മളിപ്പോൾ ഇനി
തുടക്കമാണോ നടുക്കാണോ ലാസ്റ്റ് ആണോ എന്ന് നോക്കുക. ദ ട്രെയിൻ ഹാസ് ഓൾറെഡി ലെഫ്റ്റ്. ഹി വിസിറ്റ് ഹിസ് ഗ്രാൻഡ് മദർ സെൽഡം. സെൽഡം ആണ് നമ്മുടെ എക്സാമ്പിളായിട്ട് അഡ്വർബ് കൊടുത്തിരിക്കുന്നത്. സെൽഡം എന്ന് പറഞ്ഞാൽ വല്ലപ്പോഴും. ഹി സെൽഡം വിസിറ്റ്സ് ഹിസ് ഗ്രാൻഡ് ഫാദർ. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഓരോ വേർഡും എവിടെയാണ് ഒരു സെന്റൻസിൽ യൂസ് ചെയ്യുന്നത് ശ്രദ്ധിക്കുക. ദ ട്രെയിൻ ഹാസ് ഓൾറെഡി ലെഫ്റ്റ്, അങ്ങനെയാണ് അവിടെ വരിക. ലെഫ്റ്റിന് മുമ്പാണ് ഓൾറെഡി വരിക. ദ ട്രെയിൻ ഹാസ് ജസ്റ്റ് ലെഫ്റ്റ്. ഇപ്പം ടൈമാണ് അവിടെ, ടൈമിനെ കുറിച്ചാണ് അവിടെ നമ്മളിപ്പം ആ ഒന്നാമത്തെ സെന്റൻസിലും മൂന്നാമത്തെ സെന്റൻസിലും പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജസ്റ്റ് ലെഫ്റ്റ്, ഇപ്പൊ പോയേ ഉള്ളൂ. They should have waited for us. They should have certainly waited for us. We have been there often. അല്ല, we have often been there. അങ്ങനെയാണ് അത് കേട്ടോ. We have often been there. ഞങ്ങൾ അവിടെയും വല്ലപ്പോഴും ഒക്കെയാണ് പോവാറുള്ളൂ. We have been, ഞങ്ങൾ അവിടെ വല്ലപ്പോഴുമാണ് പോവാറുള്ളൂ. ചിലപ്പം വല്ല സ്ഥലത്ത് പോകുന്ന കാര്യത്തിനെ പറ്റി ചോദിക്കുമ്പോൾ പറയുന്നതാണ് വി ഹാവ് ഓഫൻ ബീൻ ദർ. ഞങ്ങളുടെ വല്ലപ്പോഴും ഒക്കെ ഒന്ന് സന്ദർശിക്കാറുള്ളൂ. ലെറ്റ്സ് ഇൻവൈറ്റ് അവർ ഫ്രണ്ട്സ്. അതിങ്ങനെയാണ്. ലെറ്റ്സ് ഇൻവൈറ്റ് അവർ ഫ്രണ്ട്സ് ടുമോറോ ടു ലഞ്ച്. അങ്ങനെയാണ്, ഇത് മാറിപ്പോയതാ. ടു ലഞ്ച് ഇങ്ങനെയാണ് വരുന്നത്. അപ്പം ഇവിടെ നമുക്ക് ലെറ്റ്സ് ഇൻവൈറ്റ് അവർ ഫ്രണ്ട്സ് ടുമോറോ ടു ലഞ്ച്. ലെറ്റ്സ് ഇൻവൈറ്റ് അവർ ഫ്രണ്ട്സ്, നമുക്ക് നമ്മുടെ കൂട്ടുകാരെ നാളെ ക്ഷണിക്കാം. ഒരു ഊണിന് അല്ലെങ്കിൽ ഒരു ലഞ്ചിന് നമുക്ക് നാളെ നമ്മുടെ കൂട്ടുകാരെ നാളെ നമ്മുടെ വീട്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം. അപ്പോൾ ടുമോറോ, ലെറ്റ്സ് ഇൻവൈറ്റ് അവർ ഫ്രണ്ട്സ് ടുമോറോ ടു ലഞ്ച് എന്നാണ് വരിക. ദ മെയ്ഡ് വർക്ക്ഡ്. The maid worked ബ്രാക്കറ്റിൽ in the kitchen patiently all day yesterday. അത് അറേഞ്ച് ചെയ്യണം നമ്മൾ. The maid worked patiently. Patiently എന്ന് പറഞ്ഞാൽ വളരെ സഹതാപത്തോടെ, സഹനത്തോടെ എന്നാണ് പേഷ്യൻ്റ്. വളരെ പേഷ്യൻസ് ഉണ്ടാവുക, സഹനം വേണമെന്ന് പറയത്തില്ല. അപ്പോൾ the maid worked patiently in the kitchen all day yesterday. അങ്ങനെയാണെന്ന് നോക്കട്ടെ. ആൻസർ ദ മെയ്ഡ് വർക്ക്ഡ് പേഷ്യൻ്റ്ലി. പേഷ്യൻ്റ്ലി എന്ന് പറയുന്നതാണ് അവിടെ അഡ്വർബ്. ഇൻ ദി കിച്ചൺ ഓൾ ഡേ യെസ്റ്റർഡേ. ഹി ഡ്രോവ് ദി കാർ മാത്രമേ കൊടുത്തിട്ടുള്ളൂ, ബാക്കി അത് നമ്മൾ അറേഞ്ച് ചെയ്യാനുള്ളതാണ്. അതിൻ്റെ ആൻസർ വരുമ്പോൾ ഹി ഡ്രോവ് ദ കാർ ഫാസ്റ്റ് ടു ദി ഡിസ്റ്റന്റ്. ഓൺ അല്ല, ടൗൺ ആണ്. ഹി ഡ്രോവ് ദ കാർ ഫാസ്റ്റ്. ഇപ്പൊ കാർ ഫാസ്റ്റിൽ നമ്മളൊരു സെന്റൻസ് നേരത്തെ മുമ്പ് കണ്ടായിരുന്നു ഫാസ്റ്റ് വരുന്നത്. ഹി ഡ്രോവ് ദി കാർ ഫാസ്റ്റ്, അതൊരു ആഡ്വർബാണ്. കാർ ഫാസ്റ്റ് ആയിട്ട് ഓടിക്കുക. ഡ്യൂറിങ് ദി നൈറ്റ് എപ്പോഴാന്ന് പറയുക. ഫാസ്റ്റ് ടു ദി ഡിസ്റ്റന്റ് ടൗൺ. അപ്പോൾ ആ സെന്റൻസ് എങ്ങനെയാണ്? ഹി ഡ്രോവ് ദി കാർ ഫാസ്റ്റ് ടു ദി ഡിസ്റ്റന്റ് ടൗൺ ഡ്യൂറിങ് ദ നൈറ്റ്. അങ്ങനെയാണ് ആ സെന്റൻസ് വരുന്നത്. എന്നോട് പറയാം. ഹി ഡ്രോവ് ദ കാർ ഫാസ്റ്റ് ടു ദി ഡിസ്റ്റന്റ് ടൗൺ ഡ്യൂറിങ് ദ നൈറ്റ്. ഡ്യൂറിങ് ദ നൈറ്റ് ലാസ്റ്റ് ആണ് വരുന്നത് കേട്ടോ. ദ ചീഫ് മിനിസ്റ്റർ സ്പോക്ക് ബ്രാക്കറ്റിൽ അറ്റ് ദ മീറ്റിംഗ്. അപ്പൊ അത് കൃത്യമായിട്ട് അറേഞ്ച് ചെയ്യുകയാണ്. ദ ചീഫ് മിനിസ്റ്റർ സ്പോക്ക് എന്താണ് ഏറ്റവും ആപ്റ്റായിട്ട് അതിൻ്റെ ഒപ്പം വരുന്നത്? സ്പോക്ക് എന്ന് പറയുന്ന ഒരു ആക്ഷനാണ്, ഒരു വേർബാണ്. അതിനെ ക്വാളിഫൈ ചെയ്യുന്നത് വെല്ലാണ് അല്ലേ. ദ ചീഫ് മിനിസ്റ്റർ സ്പോക്ക് വെൽ. ദ ചീഫ് മിനിസ്റ്റർ വളരെ നന്നായിട്ട് സംസാരിച്ചു. അറ്റ് ദി മീറ്റിംഗ്, എവിടെ സംസാരിച്ചു എന്നുള്ളതാണ് നമുക്ക് അടുത്ത ഒരു ആശയം, ഒരു ഐഡിയ എന്ന് പറയുന്നത്. അറ്റ് ദി മീറ്റിംഗ്. ദി ചീഫ് മിനിസ്റ്റർ സ്പോക്ക് വെൽ അറ്റ് ദി മീറ്റിംഗ്. അറ്റ് ദി ടൗൺ ഹാൾ എവിടെയാണെന്ന് നമുക്കിനി പറയാം. ഇങ്ങനെ വരും. ദി ചീഫ് മിനിസ്റ്റർ സ്പോക്ക് വെൽ at the meeting at the town hall this morning. അപ്പം ഇത്രയും ഓർക്കുക. ഏത് സെന്റൻസിലും ഇങ്ങനെ ഷഫിൾ ചെയ്ത് ഈ ഒരു 8ാമത്തെ 9ാമത്തെ സെന്റൻസ് ഒന്ന് നോക്കി വെക്കുക. ചോദിക്കാൻ സാധ്യതയുണ്ട്. ഡ്യൂറിങ് ദ നൈറ്റ്
ദിസ് മോർണിംഗ്, ഇതെല്ലാം ഒരു ടൈം റെഫറൻസ് ആണ് അല്ലേ, ഒരു സമയത്തിനെ റെഫർ ചെയ്യുന്ന രണ്ട് സെന്റൻസുകളാണ്. ദിസ് മോർണിംഗ്, ഡ്യൂറിങ് ദ നൈറ്റ്. ഇത് സാധാരണ ഒരു സെന്റൻസിന്റെ ലാസ്റ്റ് ആണ് വരാറ്. ഡ്യൂറിങ് ദ നൈറ്റ്, ദിസ് മോർണിംഗ്. അപ്പം ദ ചീഫ് മിനിസ്റ്റർ സ്പോക്ക് വെൽ അറ്റ് ദി മീറ്റിംഗ് അറ്റ് ദി ടൗൺ ഹാൾ ദിസ് മോർണിംഗ്. ഇതും അങ്ങനെ തന്നെ. ഹി ഡ്രോവ് ദി കാർ ഫാസ്റ്റ്, ഫാസ്റ്റ് ആദ്യം വരിക, കാർ ഫാസ്റ്റ്, ടു ദി ഡിസ്റ്റന്റ് ടൗൺ ഡ്യൂറിങ് ദ നൈറ്റ്. ലാസ്റ്റ് ആണ് ടൈം റെഫറൻസ് സാധാരണ വരാറുള്ളത്. വി ലീവ് ഇൻ അവർ കാം വില്ലേജ്. അപ്പൊ അവിടെ എന്താണ്? വി ലീവ് ഹാപ്പിലി. ലീവ് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ വേർബ്. വി ലീവ് ഹാപ്പിലി. ഞങ്ങൾ വളരെ, ഞങ്ങളുടെ ഗ്രാമത്തിൽ വളരെ സന്തോഷത്തോടെ ജീവിച്ചു പോകുന്നവരാണ്. വി ലീവ് ഹാപ്പിലി ഇൻ അവർ കാം വില്ലേജ്. ഇതാണ് ആഡ്വേർബിന്റെ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്, വളരെ സിമ്പിളാണ്, മനസ്സിലാക്കിയാൽ മാത്രം മതി. ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ചോദിക്കാനും സാധ്യതയുണ്ട്, നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസും വരും. ഇത്രയും സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസിനൊന്നും മാർക്ക് കളയാതിരിക്കാൻ നോക്കുക. ഇതൊക്കെ കേട്ടാൽ മതിയായിരുന്നു നിങ്ങൾ. ഈ ഒരു ചാപ്റ്ററൊക്കെ കേട്ടിട്ട് നിങ്ങൾ എക്സാമിന് പോകാവുള്ളൂ കേട്ടോ. താങ്ക് യു.